പ്രത്യേകതയുണ്ട്. ഇന്ന് ലോക ക്ഷീര ദിനമാണ്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള യാത്രയിലാണ് കേരളം. പക്ഷേ വിലത്തകർച്ച മുതൽ അവഗണന വരെ കേരളത്തിലെ ക്ഷീര കർഷകർ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ്. അതിൽ പ്രതിഷേധിച്ച് കരിദിനം ആചരിക്കുകയാണ് കേരളത്തിലെ ക്ഷീര കർഷകർ ഇന്ന്. ഇത് സക്കീർ. കാഴ്ചയില്ലെങ്കിലും സക്കീറിന് അതൊരു പരിമിതിയല്ല. 40 വർഷത്തിലേറെയായി ക്ഷീര കർഷകനാണ് സക്കീർ. 4 പശുക്കളുണ്ട് സക്കീറിന്. തീറ്റ കൊടുക്കലും കറവിയും തുടങ്ങി എല്ലാ ജോലിയും സക്കീർ തന്നെ ചെയ്യും. മക്കളുടെ വിദ്യാഭ്യാസവും വിവാഹവുമെല്ലാം സാധ്യമായത് പാൽ വിറ്റ് തന്നെയാണ്. പക്ഷേ ആ നല്ല കാലം ഇന്ന് ഓർമ്മ മാത്രമാണെന്ന് സക്കീർ പറയുന്നു. നഷ്ടത്തിന്റെ കഥകൾ മാത്രമാണ് കേരളത്തിലെ ക്ഷീര കർഷകർക്ക് പറയാനുള്ളത്. 20-ലേറെ പശുക്കൾ ഉണ്ടായിരുന്നു സക്കീറിന്റെ തൊഴുത്തിൽ. 4 ചുരുങ്ങിയത് തന്നെ ക്ഷീരമേഖല നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. പാലിന് ഒരു 10 രൂപ കൂട്ടുമായിരുന്നു. പക്ഷേ 10 രൂപ നമ്മൾ ഒരു പാലിന് വില കൂട്ടുമെങ്കിൽ ഉടനെ തീറ്റക്കാർ 100 രൂപ തീറ്റയ്ക്ക് കൂട്ടും. അതല്ല, അവർ ബാലൻസ് ചെയ്ത് ഇപ്പം തന്നെ മിൽമേൽ തീറ്റ സാധാരണ പൊതുവേദിയിലുള്ള മറ്റേ കേരള ഫീസ്, KS അങ്ങനെ മറ്റുള്ള തീറ്റക്കാരെക്കാളും വില കൂടുതലാണ്. പക്ഷേ പാലിന് വില മിൽമ കൂട്ടും ഉടനെ തീറ്റയ്ക്ക് എല്ലാ കമ്പനികളും വില കൂട്ടിയിരിക്കും. ആദ്യം കൂട്ടുക മിൽമയായിരിക്കും. അപ്പം അത് തീറ്റ വില കൂട്ടരുത്. തീറ്റ വില കൂട്ടുക, പാലിന് വില കൂട്ടിയ കർഷകൻ ലാഭമുണ്ട്. അല്ലെങ്കിൽ ഈ ക്ഷീര കർഷകർ ഇന്നിപ്പോൾ യുവാക്കളിൽ ഒരു യുവ കർഷകൻ പോലും ഇന്നും ഉണ്ടായിരുന്നില്ല. പുതിയതായിട്ട് ഒരു ക്ഷീര കർഷകൻ പോലും ഉണ്ടാകുന്നില്ല. പഴയ കിളവന്മാരും പഴയ ആൾക്കാരല്ലാതെ പുതിയതായിട്ട് ആരും പശു വളർത്തുന്നില്ല. എന്നുവെച്ചാൽ നെല്ല് കൃഷി ഇല്ലാത്തതുപോലെ പശു കൃഷി കേരളത്തിൽ അവസാനിപ്പിക്കും. ഇതൊരു സക്കീറിന്റെ മാത്രം കഥയല്ല. കേരളത്തിലെ ആയിരക്കണക്കിന് ക്ഷീര കർഷകരുടെ പ്രതിനിധിയാണ് സക്കീർ. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം. ഇല്ലെങ്കിൽ ശേഷിക്കുന്ന ക്ഷീര കർഷകരും ഈ മേഖല ഉപേക്ഷിക്കും. പാലിനു വേണ്ടി പൂർണ്ണമായും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേട് കേരളത്തിനുണ്ടാകും. സാരംഗ് സുധാകരൻ, News 18, തിരുവനന്തപുരം.